നമ്മുടെ ഈ യാത്രക്കിടയിൽ ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പറയും. നമ്മുടെ സർക്കാർ 14 ജില്ലകളിലായി 40 കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കാൻ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ടൈപ്പ് 1 കുട്ടികൾക്ക് വരുന്ന ഡയബറ്റിക്, അതിനെക്കുറിച്ച് എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ LKG പഠിക്കുന്ന കുട്ടികൾ ഈ ഡയബറ്റിക് പ്രമേഹ രോഗികളായി മാറുക, അവർക്കൊക്കെ മരുന്ന് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഭാരിച്ച ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഒരു യന്ത്രം അവരുടെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ആ യന്ത്രം ഫിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പഞ്ചസാരയുടെ അളവ് കുറയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ കേരളത്തിൽ 500 കുട്ടികൾക്ക് അല്ലെ അവരുടെ മാതാപിതാക്കൾക്ക് യന്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റമാണത്. അത് LKG പഠിക്കുന്ന കുട്ടിയുടെ ഇടത് കൈയിലോ വലത് കൈയിലോ അത് കുത്തിവെച്ചേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കുഞ്ഞുങ്ങളുടെ ഒരു പാട്. അപ്പോൾ അതുപോലെ കുറേ അധികം വീടുകളും കേരളത്തിൽ ഈ അവസരം വയ്ക്കും. മാത്രമല്ല, ഞാൻ മറ്റൊരു അവസരം കൂടി നമ്മുടെ ആളുകൾക്ക് നൽകും. ഓരോ ജില്ല കിടക്കുമ്പോഴും ആ ജില്ലയിലെ ക്ലേശിക്കുന്ന ആളുകളെ സഹായിക്കാൻ, സാമ്പത്തിക സഹായം ചെയ്യാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം ജില്ലയിൽ അവസരം കിട്ടും. അങ്ങനെ കുറേ ഇത്. അതുപോലെ അമ്മമാരെ അറബിക്കടൽ കാണിക്കാനുള്ളൊരു പരിപാടിയുണ്ട്. എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ ഒരു 300 അമ്മമാരെ നമ്മൾ ബോട്ടിൽ കയറ്റി അറബിക്കടലിലേക്ക് കൊണ്ടുപോകും. കടലൊക്കെ ഒന്ന് കാണട്ടെ, കടലോളം വളരട്ടെ അവരുടെ മനസ്സ്. അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. ഞാൻ പറയാൻ വന്നത്, അതിനൊക്കെ നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാസമാണ്. ആ മാസത്തിൽ പോലും ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും സർവാത്മന സഹകരിക്കുകയായിരുന്നു. ഇതിലെനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഞാൻ ഈ അടുത്ത കാലം മാത്രം പരിചയപ്പെട്ട ഒരു മനുഷ്യനെയാണ്. ലേക്ക് ഷോറിൻ്റെ പരമാത്മാവും VPS ലേക്ക് ഷോർ, ഈ വലിയ സ്ഥാപനത്തിൻ്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെ ആയി കൂടുതൽ കാലവും ഗൾഫിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഷംസീർ വയലിൽ. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കുറച്ച് ക്ലോസായി പഠിക്കണമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. ഡോക്ടർ ഷംസീർ, താങ്കൾ ചിലപ്പോൾ ഗൾഫ് നാട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ ഷംസീർ. നമുക്കെല്ലാം അറിയുന്ന പ്രിയങ്കരനായ MA യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഡോക്ടർ ഷംസീർ വയലിൽ.